എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 8th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എല്ലാവരും റേ ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് ഓരോ പൊസിഷനിലും ഒബ്ജക്റ്റ് വരുന്നു. അപ്പോൾ ഇമേജ് ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ 10th വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബേസ് ആണ് കേട്ടോ. റൂളുകളുണ്ടല്ലോ, 4 റൂളുകളുണ്ടല്ലോ. ആ റൂളുകളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്കാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ അഥവാ മലയാളത്തിൽ പറയുന്നത് ആവർത്തനം എന്ന് പറയും കേട്ടോ. ആവർത്തനം. നമ്മൾ റേ ഡയഗ്രം വരച്ചപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ട്, ഇമേജും ഉണ്ട് ഇല്ലേ. അതിൻ്റെ സൈസും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. നമ്മൾ ഓരോ പൊസിഷനിലും വന്ന് കഴിഞ്ഞപ്പോൾ അല്ലേ ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും ഒക്കെ വ്യത്യാസപ്പെടുന്നത് നമ്മൾ കണ്ടായിരുന്നു. എൻലാർജ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഡിമിനിഷ്ഡ് ആയിട്ടുണ്ട്, സെയിം സൈസ് ഇല്ല. ഇങ്ങനെ ഓരോ സിറ്റുവേഷനും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? എങ്ങനെയാണ്? ഒബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത്, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഇമേജിൻ്റെ സൈസ് അവിടെ വ്യത്യാസപ്പെടുന്നത്. ശരിയല്ലേ? നമ്മൾ ഓരോരോ കണ്ടീഷൻ നമ്മൾ ആ ടേബിൾ പഠിച്ചപ്പം കണ്ടല്ലേ. നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ടേബിളിലേക്ക് എഴുതിയില്ലായിരുന്നോ? ഇതാ നോക്കൂ, ഈ ടേബിൾ കണ്ടായിരുന്നല്ലോ. അതാ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആകുമ്പോൾ ചെറിയൊരു ഇമേജ് ആണ് വന്നത്. അതാ അറ്റ് സിയിലാവുമ്പോൾ എങ്ങനെയാണ് സെയിം സൈസ് വന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും ലാർജ് ഇല്ലേ, വലിയ സൈസാണ്, മാഗ്നിഫൈഡ് ആയിട്ടുള്ള സൈസാണ് വന്നത്. അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ല, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇമേജിൻ്റെ സൈസിനും അവിടെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും തമ്മിൽ എങ്ങനെയാണ് ഒരു ബന്ധം ഉണ്ടോ നമുക്ക് മനസ്സിലായി. ആ ബന്ധത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇമേജിൻ്റെ സൈസ് ഇതാ ഈ ഒരു ചിത്രത്തിൽ നോക്കിയേ, ഇതാണ് ഒബ്ജക്റ്റിൻ്റെ സൈസ്. നമുക്ക് കാണുമ്പോഴേ ഇമേജിൻ്റെ സൈസ് എങ്ങനെയാണ് വലുതാണ് ഇല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജിൻ്റെ സൈസ് എന്തുമാത്രം ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ മാഗ്നിഫിക്കേഷൻ. ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്, ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും തമ്മിലുള്ള ഒരു അനുപാത സംഖ്യയാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പറയാം ഒബ്ജക്റ്റിൻ്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജിൻ്റെ സൈസ് എന്തുമാത്രം വലുതാണ് എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫൈ ചെയ്യാന്നല്ലേ, സൈസ് വലുതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റേഷ്യോ, അതായത് ഇമേജിൻ്റെ സൈസും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സൈസും നമ്മളൊരു അനുപാത സംഖ്യ അല്ലെങ്കിൽ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസിനെ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്ന HO ആണ് കേട്ടോ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇമേജിൻ്റെ സൈസിനെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയും, HI എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം മാഗ്നിഫിക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ അപേക്ഷിച്ച് ഇമേജിൻ്റെ സൈസ് ഹൈറ്റ് എന്തുമാത്രം വലുതാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അനുപാത സംഖ്യയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. M ഈസ് ഈക്വൽ ടു HI/HO. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? അത് ആ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സൈസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ സ്പെറിക്കൽ മിറേഴ്സ് ചേഞ്ചിങ് എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇമേജിന്റെ സൈസ് വ്യത്യാസപ്പെടും. ദ ഡെഫിനിഷൻ ആണ് കേട്ടോ ഇത്. ദ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് മാഗ്നിഫിക്കേഷൻ. അതായത് ഇമേജിന്റെ ഹൈറ്റും പ്രതിബിംബത്തിന്റെ ഉയരവും അതുപോലെ ഒബ്ജക്റ്റിന്റെ ഉയരവും തമ്മിലൊരു അനുപാത സംഖ്യയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് HO ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് HI ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? കണ്ടോ, ഇക്വേഷൻ കണ്ടോ, M ഈസ് ഈക്വൽ ടു HI/HO ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ റീഡിങ്ങും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ എന്താണ്, X ആക്സിസ് ഉണ്ട്, Y ആക്സിസ് ഉണ്ട്. അപ്പോൾ അതായത് നോക്കിയാൽ X ആക്സിന് മുകളിലേക്കുള്ള നമ്മളെപ്പോഴും പോസിറ്റീവും ഇല്ലേ, X ആക്സിന് താഴേക്കുള്ള നെഗറ്റീവ് ആയിട്ടല്ല എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലേക്കുള്ള നമ്മൾ പോസിറ്റീവ് വാല്യൂയും താഴേക്കുള്ള നമ്മൾ നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അത് നോക്കണം കേട്ടോ. While calculating magnification, measurements above principal axis should be considered positive and measurements below principal axis should be considered negative. കേട്ടോ, എബോവ് ആയിട്ടുള്ള പോസിറ്റീവും താഴെയുള്ള എങ്ങനെയാണ്, പ്രിൻസിപ്പൽ ആക്സിന് താഴെയായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയേ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് സപ്പോസ് ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അതിനേക്കാളും വലുതല്ല ഇതൊരു സപ്പോസ് ഒരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പം മാഗ്നിഫിക്കേഷൻ എങ്ങനെ വരും? HI/HO എന്നാണ് വരുന്നത്. HI താഴേക്കല്ലേ കിടക്കുന്നത്, അപ്പോൾ അതാണ് നെഗറ്റീവാണ്. അപ്പോൾ -4 എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. -4 ഡിവൈഡ് ബൈ
എച്ചോ മുകളിലേക്കാണ് അത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ വാല്യൂ എത്ര വരും? -2 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -2 ആണ്. അതിന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നമുക്കിവിടെ -2 വന്നു. അത് വ്യത്യാസപ്പെടാമല്ലോ. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കൂടുതൽ ഇമേജിൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ വേറെ വാല്യൂ വരും. ശരിയല്ല, പോസിറ്റീവ് വാല്യൂ വരില്ല. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് കൂടുതൽ ഇല്ല, ഇമേജിൻ്റെ ഹൈറ്റ് ഡിമിനിഷ്ഡ് ആവുകയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂം വരാം ഇല്ലേ. അപ്പം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താണ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നല്ലോ. ഇനി =1 വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോഴാണ് =1 വരുന്നത് ഒരേ സൈസ് ആകുമ്പം ഇല്ലേ. ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും ഒരുപോലെയാണെന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ, അറ്റ് സിയിലായിരുന്നു ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ. അപ്പം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, =1 വരാം. എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം കേട്ടോ. അതുപോലെ തന്നെ =1 വരാം. ക്ലിയർ ആവുന്നല്ല പറഞ്ഞു. അത് ഏത് മിററാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ടും വരും. ഇപ്പോൾ കോൺകേവ് മിററൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? >1 വരുന്നുണ്ട് ഇല്ല, >1 വരുന്നുണ്ട്, =1 വരുന്നുണ്ട്, >1 കണ്ടില്ലേ, ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇല്ലേ. =1 വരുന്നുണ്ട്, >1 വരുന്നുണ്ട്. കോൺവെക്സ് മിററിന്റെ കേസിലാകുമ്പോൾ ഒറ്റ ഒരു സിറ്റുവേഷനല്ലേ ഉള്ളൂ. അത് എപ്പോഴും വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആണല്ലോ ഉണ്ടാകുന്നത്, ഡിമിനിഷനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, >1 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഇപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനല്ല, 10th വരുമ്പോൾ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നുള്ളത്? റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ആൻഡ് ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ ഒന്നും ആൻസർ എഴുതി വെച്ചേക്കല്ലേ, യൂണിറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഓർക്കേണ്ട കാര്യം, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലുള്ള പോസിറ്റീവായിട്ടും താഴെയുള്ള നെഗറ്റീവായിട്ട് എടുക്കുക. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. അതുപോലെ തന്നെ എന്താണ്? =1 വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മിറേഴ്സിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ കണ്ടു ഇല്ലേ. ഈ സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂസസ് നോക്കാം. സ്പെറിക്കൽ മിറേഴ്സ് ഇൻ ഡെയിലി ലൈഫ് കേട്ടോ. ഡെയിലി ലൈഫിൽ നമ്മൾ നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഉണ്ട്, പ്ലെയിൻ മിറർ അല്ല, അല്ലാതെ ഇപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായി. ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് മിററൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ എന്താണ്? സൈസ് വലുതായിട്ട് കാണാം, നേരെ തന്നെ കാണാം ഇല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഈ സ്പെറിക്കൽ മിറേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതാ നോക്കാം എന്തൊക്കെയാണ് യൂസസ് എന്നുള്ളത്. ഇവിടെ നോക്കി, ഈ ചിത്രം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് തെർമൽ പവർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു തെർമൽ പവർ പ്ലാന്റ് ആണ്. തെർമൽ പവർ പ്ലാന്റിൽ എന്താണ്? അതേ കോൺകേവ് രീതിയിലാണ് ഇരിക്കുന്നത് ഇല്ലേ. നമ്മൾ പഠിച്ച മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികളെല്ലാം എങ്ങനെയാണ്? റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റ ഫോക്കസിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? അതുവഴി കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. അത് ഉപയോഗിച്ച് ജലം അവിടെ എന്താണ് വേപ്പറൈസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. നമ്മുടെ രാജസ്ഥാനിലൊക്കെ എങ്ങനെയുണ്ടല്ലോ, ഇങ്ങനെ പവർ സ്റ്റേഷൻസ് ഒരുപാട്. അതായത് സോളാർ എനർജി കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോൺകേവ് മിറേഴ്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയാം? കോൺകേവ് മിറേഴ്സ് ഇൻ സോളാർ തെർമൽ പവർ പ്ലാന്റ് കേട്ടോ. അപ്പം കോൺകേവ് മിററിന്റെ ഒരു യൂസ് മനസ്സിലായല്ലോ. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാണ് അത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഹെൻസ് എ ലോട്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഫോക്കസിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാ റേസും ഫോക്കസിൽ കൂടെ കടന്നു പോകുമല്ലേ. അപ്പോൾ കൂടുതൽ ഹീറ്റ് ആ പോയിന്റിൽ വരും. എന്താണ്? അത് ഉപയോഗിച്ചിട്ട് വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റും. എന്നിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പം സോളാർ പവർ പ്ലാന്റ് എവിടെയുണ്ട്? രാജസ്ഥാൻ കേട്ടോ. രാജസ്ഥാനിലൊക്കെ സോളാർ പവർ പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി കോൺകേവ് മിററിന്റെ മറ്റൊരു യൂസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഷേവിംഗ് മിറർ ആണല്ലേ. ഇതാ ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ മിറർ അല്ലേ. നമ്മൾ കണ്ടായിരുന്നു ഒരൊറ്റ സിറ്റുവേഷനിൽ ഇല്ല, ഒരൊറ്റ സിറ്റുവേഷൻ മാത്രമല്ല കോൺകേവ് മിററിന്റെ കേസിൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നതും വലുതായിട്ടുള്ള ഇമേജ് കിട്ടുന്നതും. അത് ഏത് സിറ്റുവേഷനിലാണ്? ഓർക്കുന്നുണ്ടോ? ഏത് സിറ്റുവേഷനിലാണ്? ഫോക്കസിനും പോളിനും ഇടയിൽ അല്ലേ. ഫോക്കസിനും പോളിനും ഇടയിൽ ഇമേജ് കിട്ടുമ്പോൾ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് അത് വലുതായിട്ടുള്ളതും നേരെ ഇറക്റ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട് ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് നേരെയുള്ള ഇമേജും കിട്ടണം, വലുതായിട്ട് കാണാം അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ അല്ലേ. അപ്പം അതിതാ ഷേവിംഗ് മിറേഴ്സിലും ഡെന്റിസ്റ്റിൻ്റെ മിറേഴ്സിലും മേക്കപ്പ് മിറേഴ്സിലൊക്കെ ആ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ.
അതായത് വി ഹാവ് സീൻ ദാറ്റ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദ പോൾ ഓഫ് എ കോൺകേവ് മിറർ ആൻഡ് ഇറക്റ്റ് ആൻഡ് എൻലാർജർ വെർച്വൽ ഇമേജ് ഈസ് ഫോംഡ് അല്ലേ. ഇറക്റ്റ് ആണ്, എൻലാർജർ വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ഒരു കണ്ടീഷൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഷേവിംഗ് മിറേഴ്സ്, മേക്കപ്പ് മിറേഴ്സ്, ഡെന്റിസ്റ്റിൻ്റെ ഒക്കെ മിറേഴ്സ്, ENT കേട്ടോ. ഡെന്റിസ്റ്റ് മാത്രമല്ല ENT കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉപയോഗിക്കുന്ന ഈ കോൺകേവ് മിററാണ്. അപ്പോൾ കോൺകേവ് മിറർ സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷേവിംഗ് മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മേക്കപ്പ് മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡെന്റിസ്റ്റ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നോക്കോട്ടെ. എവിടെ നിന്നാണ്? ഒബ്ജക്റ്റ് ഫോക്കസിനും പോളിനും ഇടയിൽ ഇരിക്കുന്നു. അപ്പോൾ ഇറക്റ്റ്, വെർച്വൽ, അതുപോലെ തന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് അനദർ യൂസസ് ഓഫ് കോൺകേവ് മിറർ. ഇനി അടുത്ത സിറ്റുവേഷൻ ഉണ്ട്, ഇതാന്ന് നോക്കിയേ. ഇതെന്താണ്? നമ്മുടെ ടോർച്ചില്ലേ, ടോർച്ചും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഒക്കെ എന്താണ് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, വാഹനങ്ങളുടെ ഒക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ദാ ഈ ഒരു കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മൾ റേ ഡയഗ്രത്തിന്റെ പല പല കണ്ടീഷൻസ് പഠിച്ചില്ലേ. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുവാണെന്നുണ്ടെങ്കിൽ ഇതാ ബൾബ് ഇരിക്കുന്നുണ്ടല്ലേ, ബൾബ് ഇതാ നോക്കിയേ, ബൾബ് ഇതാണ് കോൺകേവ്, ഇതൊരു കോൺകേവ് മിറർ ആയിട്ട് ആക്ട് ചെയ്യാണ് കേട്ടോ. ഈ ബൾബ് എവിടെയാണ്? ഫോക്കസിലായിട്ടാണ് ഇരിക്കുന്നത്. ബൾബിന്റെ പൊസിഷൻ നോക്കിയേ, ഇതാണ് പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലേ. ഇത് ഏകദേശം ഫോക്കസ് ആയിട്ട്, ഈ ഫോക്കസിലാണ് ബൾബ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസിൽ കൂടെ ബൾബ് ഇരിക്കുവാണെങ്കിൽ എന്താ പ്രത്യേകത? കടന്ന് ഫോക്കസിൽ കൂടെ കടന്നു പോകും ഇല്ലേ. ലൈറ്റ് റേസ് ഫോക്കസിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ്? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം അത് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നതാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലാവുന്നതാണ്. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ എങ്ങനെയാണ്? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം പാരലായിട്ട് കടന്നു പോകുന്നതാണ്, അല്ല പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നു. ആ ആപ്ലിക്കേഷനാണ് നമ്മൾ ടോർച്ചിലും വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഉണ്ടോ? അപ്പൊ എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ലൈറ്റ് ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ട്രാവൽ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നു. ഈ പ്രോപ്പർട്ടിയാണ് ഫ്ലാഷ് ലൈറ്റിലും വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോരോ പൊസിഷനിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ കോൺകേവ് മിറർ ആണ്. ഓരോരോ പൊസിഷനിലും ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അതെങ്ങനെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പം കോൺകേവ് ഒരു ടോർച്ച് ലൈറ്റിൻ്റെ അടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ആ മിറർ അല്ലെങ്കിൽ ആ ബൾബ് ഇരിക്കുന്നത് ഫോക്കസിലാണ്. അവിടുന്ന് നേരെ റിഫ്ലക്ട് ചെയ്ത കോൺകേവ് മിറർ ആണ് ഇവിടെ, ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും, എന്നിട്ട് പാരലായിട്ട് പോകും. അപ്പം പാരലായിട്ട് റേസ് എല്ലാം പോകും. ശരിയല്ലേ? ടോർച്ചിൻ്റെ കേസിലും ഹെഡ്ലൈറ്റിൻ്റെ കേസിലും. അപ്പം ഒരു റൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺകേവ് മിററിൻ്റെ. ക്ലിയർ ആയല്ലോ? അപ്പം കോൺകേവ് മിററിന്റെ യൂസസുകളൊക്കെ നമ്മൾ കണ്ടു. എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ്? ഡെന്റിസ്റ്റ്, ENT, മേക്കപ്പ് മിറേഴ്സ്, ഷേവിംഗ് മിറേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോളാർ കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. സോളാർ കുക്കർ അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു പോയിന്റിലേക്ക് വരും, അവിടെ ഹീറ്റ് ആവും, എന്നിട്ട് എന്താണ് കുക്ക് ചെയ്യുവാണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടെലിസ്കോപ്പിലും കേട്ടോ, അതൊക്കെ അനദർ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ടെലിസ്കോപ്പ് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, അവിടെയൊക്കെ എന്താണ്? ഈ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമ്മൾ കണ്ടു ഹെഡ്ലൈറ്റിലും ഫ്ലാഷ് ലൈറ്റിലും വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റിലും ഒക്കെ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്ന് ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം കോൺവെക്സ് മിററിന്റെ യൂസസ് കേട്ടോ. കോൺവെക്സ് മിററിന്റെ യൂസസ്. കോൺവെക്സ് മിറർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് നോക്കിയേ, ഇത് എവിടെയാണ്? ഈ ചിത്രം എവിടെയാണ്? വാഹനങ്ങളുടെ എവിടെയാണ്? റിയർ വ്യൂ മിറർ അല്ലേ. റിയർ വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂ മിററിൽ എങ്ങനെയാണ്? കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ വഴിയുടെയൊക്കെ വളവിലൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റീവ് മിറേഴ്സ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മെയിൻലി ഉപയോഗിക്കുന്നത് എന്താണ്? വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം കോൺവെക്സ് മിറർ എങ്ങനെയാണ്? ചെറിയ ഇമേജ് ആണ് കിട്ടുന്നില്ലേ അല്ലേ. ചെറിയ ഇമേജ് ആണ്, സ്മോൾ അല്ല, ഡിമിനിഷ്ഡ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ആയിട്ടുള്ള ഇമേജ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് നിവർന്നുമായിട്ടുള്ള ഇമേജ് ആണ് കാണുന്നത്. അപ്പോൾ അതാ നോക്കിയേ, ഒരു വൈഡ് വ്യൂ അവിടെ കിട്ടുന്നുണ്ട്. ശരിയല്ല? അപ്പോൾ പുറയുന്ന വാഹനങ്ങൾ വരുവാണെങ്കിൽ എന്താണ്? പുറയുന്ന വരുന്ന വാഹനങ്ങൾ ചെറുതായിട്ട് നമുക്ക് കാണാം. എത്തരത്തിൽ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. വൈഡ് വ്യൂ കിട്ടുന്നുണ്ട്, നിവർന്ന തന്നെ ഇമേജുമാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അതാണ് പ്ലെയിൻ മിററിൽ വൈഡ് റേഞ്ച് കിട്ടുമോ? ഇല്ല, ആ ഒരു ഏരിയ മാത്രമല്ലേ കിട്ടത്തുള്ളൂ, അതേ സൈസിലും കിട്ടും. അപ്പം പുറകെ വരുന്ന വാഹനങ്ങളോ, ഇപ്പോൾ ഒരു വാഹനം ഉള്ളെങ്കിൽ ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ആ ഒരു വാഹനം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അതേ സൈസിൽ തന്നെ. അപ്പം കോൺവെക്സ് മിറർ ആകുമ്പോൾ എന്താ നോക്കിയാൽ സ്മോൾ ആയിട്ട് ഇമേജ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും, അതുപോലെ ഇറക്റ്റ് നിവർന്നായിട്ടുള്ളതായിരിക്കും, വൈഡ് റേഞ്ചും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കോൺവെക്സ് മിറർ ആണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതാ കോൺവെക്സ് മിററിന് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്.
എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നതിന് മുന്നേ എന്താണ് ക്ലോസർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നും അത് അകലെയാന്ന് തോന്നും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അകലെയാണോ ശരിക്കും? അല്ല, നമുക്ക് ദൂരെയുള്ള കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ബെറ്റർ സേഫ്റ്റിക്കും കൂടിയാണ് കേട്ടോ. നോക്കുക കേട്ടോ. Convex mirror is used in vehicles for rear view. It always forms erect and small virtual image. What could be the reason for using convex mirror instead of plane mirrors? Plane mirrorsന് പകരം കോൺവെക്സ് മിറർ ഉപയോഗിക്കാനുള്ള റീസൺ എന്താണ്? വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്, ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് വരുന്നുണ്ട്. അപ്പം എന്താണ് പുറകിൽ വരുന്ന വാഹനങ്ങളെല്ലാം നമുക്ക് മോർ ഏരിയ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്ലെയിൻ മിററിനേക്കാളും കമ്പയർ ചെയ്തിട്ട് നമ്മൾ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ബിക്കോസ് ദേ പ്രൊവൈഡ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആൻഡ് ഫോം ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജസ് അലൗവിങ് ദ ഡ്രൈവർ ടു സീ മോർ ഏരിയ ബിഹൈൻഡ് ദ വെഹിക്കിൾ ഫോർ ബെറ്റർ സേഫ്റ്റി. ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കും പുറകിൽ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, വേറൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഇല്ലേ മിററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം എന്താണ്? അതുവഴി കോൺവെക്സ് മിറർ എങ്ങനെയാണ് കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന ഇമേജ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും ചെറുതും നിവർന്നതുമായിരിക്കും അല്ലേ. അപ്പം പുറകിൽ നിന്ന് വാഹനങ്ങൾ എന്താണ് നോക്കുമ്പോൾ വളരെ അകലെയാണെന്നൊരു തോന്നലുണ്ടാവും. അത് അപകടങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ശരിക്കും അത് അകലെയാണോ? അല്ല, അടുത്ത് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് സേഫ്റ്റിക്ക് വേണ്ടി ഡ്രൈവർക്ക് മനസ്സിലാകണം, മറന്നു പോയാലും പെട്ടെന്ന് മനസ്സിലായി ഇത് അകലെയല്ല അടുത്ത് തന്നെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതും ചോദിക്കാം, എന്തുകൊണ്ടാണ് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് നമ്മൾ ഈ റിയർ വ്യൂ മിററിൽ എഴുതി വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Convex mirror always forms a small and erect image. Therefore, the driver who sees the image in the rear view mirror gets the feeling that the vehicle is coming from behind or at a great distance. This can cause accidents. അപ്പോൾ പെട്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ വിചാരിക്കുന്നതാണ് ഒരുപാട് ദൂരെയാണ്, പക്ഷെ ഒരുപാട് ദൂരെയാണ്, അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അത് മിററിലും അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചോദിക്കാം, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കോൺവെക്സ് മിറർ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ വളവുകളിലൊക്കെ കണ്ടില്ലേ, വലിയ വളവുകളിലൊക്കെ ഇങ്ങനെയാണ് കോൺവെക്സ് മിറർ വെച്ചിട്ടുണ്ട് അല്ലേ. അതാണ് കാണാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം എന്താണ് വളവിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നുണ്ട്. ലാർജ് കോൺവെക്സ് മിറർ പ്ലേസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ റോഡ് വിത്ത് ഷാർപ്പ് ടേൺസ് ഇല്ലേ. വലിയ വളവുകളിലൊക്കെ എങ്ങനെയാണ് കോൺവെക്സ് മിറർ വെക്കാറുണ്ട്. മനസ്സിലാവുന്നില്ല. അപ്പം എന്താണ് വളവുകൾക്കപ്പുറം വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് കോൺവെക്സ് മിറർ ആസ് ഓഫൺ യൂസ്ഡ് ആസ് റിഫ്ലക്റ്റേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാംപ്സ്. സ്ട്രീറ്റ് ലാമ്പുകളൊക്കെ അല്ലേ, സ്ട്രീറ്റ് ലാമ്പുകളൊക്കെ റിഫ്ലക്ടറുകളായിട്ടും കോൺവെക്സ് മിറർ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ദീസ് ആർ ദ യൂസസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്, കോൺവെക്സ് മിററും കോൺകേവ് മിററും. മനസ്സിലായല്ലോ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോൺകേവ് മിറർ ഉപയോഗിക്കുന്നതൊക്കെ ക്ലിയർ ആയല്ലോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഹയർ ക്ലാസ്സുകളിലേക്ക് വരുന്നുണ്ടതല്ല. അന്നേരം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ബേസ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ബേസ് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ചോദ്യം ഇങ്ങോട്ട്, ഇതൊക്കെ ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ റിവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കോൺവെക്സ് മിററിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ ക്വസ്റ്റൻ ആണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചോളുക. പിന്നെ യൂസസ് ഓഫ് കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര ഉള്ളൊരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. റേ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റേ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റൂളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. റേ ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കും. പിന്നെ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെറ്റസസ് ആണുള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ ചാപ്റ്റർ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്